320 അടിപൊളി മിക്സ് മാച്ച് മെറ്റീരിയലാണ്. മിക്സ് മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നൈറ്റി ആയിട്ടും അടിക്കാം, പാൻറ്റും ടോപ്പായിട്ട് അടിക്കാം, 3 പീസ് ആക്കിയിട്ട് അടിക്കാം. ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 പീസുകൾ സെയിം കളറ് സെയിം പ്രിൻറ്റിൽ ഡിഫറെൻറ്റ് പാറ്റേണിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്നിൻ്റെ കഴുത്തും നെക്കും മറ്റേ പീസിന് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു മോഡലാക്കിയിട്ട് അടിക്കുക. അതല്ലെങ്കിൽ ബാക്കും ഫ്രണ്ടും വേറെ വേറെ പീസാക്കിയിട്ട് അടിക്കുക. അതല്ലെങ്കിൽ ഫ്രണ്ട് തന്നെ ഒരു ഭാഗം പകുതി ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് അടിക്കുക. ഒമ്പൈക്കട്ട് പല മോഡലിലാക്കിയിട്ട് ഏത് മോഡലിൽ വേണമെങ്കിലും അടിച്ചാലും അലുവയും മത്തിക്കറിയും ചേരുമെന്ന് പറഞ്ഞ പോലെ ചേർത്തടിക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗി കൂടണമായിട്ടാണ് മിക്സ് ആൻഡ് മാച്ച്. ഇപ്പം ഇത് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് കോളേജ് പിള്ളേർ, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ സ്കൂളിലേക്ക്, അതുപോലെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക്, അമ്മമാർക്ക് പുറത്തേക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര പീസുകളാണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉള്ളത്. ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോളി. 320 കൈ കിട്ടൂല, അത് ഇത് അങ്ങനത്തെ കൺഫ്യൂഷന് കാര്യങ്ങളൊന്നും വേണ്ട. നല്ല അജ്രക്കിൻ്റെ പീസുകളാണ്. 320 എന്ന് പറഞ്ഞാൽ 60 സൈസ് നൈറ്റികളാണ്. ഇനി 56 സൈസ് വേണ്ടവർക്ക് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് എടുക്കാം. 290 തന്നെ ധാരാളമാണ് കൈക്ക്. പക്ഷെ അത് നമ്മൾ കുറച്ചൊരു നാക്കിലൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ പീസുകൾ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയണം. അത് എങ്ങനെയെന്ന് അറിയേണ്ടവർക്ക് എന്ത് ചെയ്യുക, സുർമി ബ്രൂസ് എന്നുള്ള ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടൊരു 6 മാസം മുന്നേ ഉള്ള കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. 6 മാസം മുന്നേ ഉണ്ട് ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെ അടിക്കുക, കഫ്താൻ എങ്ങനെ അടിക്കുക, നെക്ക് ഡിസൈൻ വെക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ സാധാരണ പൈപ്പിംഗ് നെക്ക് വെക്കുന്നത് എങ്ങനെയാണ്, ഷോൾഡറിന് ഇതിൻ്റെ അളവ് ചാർട്ടുകൾ, XXL XL അതിൻ്റെ അളവ് ചാർട്ടുകൾ, അതുപോലെ 290 കൊണ്ട് കൈക്ക് എത്തിച്ച് എങ്ങനെ അടിക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ പിന്നെ ഇടുമ്പോൾ അത് ആദ്യമേ നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീണ്ടും ഇടുമ്പോൾ അതൊരു വെറുപ്പാവും. അതുകൊണ്ടാണ്. അല്ലെങ്കിലും നിങ്ങൾ ഇപ്പം നമുക്ക് പഴയ സപ്പോർട്ട് തരുന്നില്ല. അത് ഇനി എന്താണെന്ന് അറിയില്ല. നമ്മളെ കുടുംബക്കാരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വെറുപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ സംഭവം? നമുക്ക് നല്ല സ്നേഹത്തോടെ കമൻ്റ് തന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇനി കുറേ ആൾക്കാർ പിന്നെ കമൻറ്റ് ചെയ്യാൻ അറിയില്ല. ഒരു വാട്സപ്പിൽ വരാറ് സംസാരിക്കാറൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കമൻറ്റ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുറത്തുള്ളവർ നമ്മളെ കളിയാക്കാൻ ആയിട്ട് നടക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഓൾക്ക് ആൾക്കാരുണ്ടല്ലോ എന്നൊരു തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. പിന്നെ നിങ്ങളിനി വീഡിയോയിൽ റേറ്റ് പറയാത്തതിന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നലെയും ഒരു തങ്കച്ചേച്ചി വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോയി. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് ഡയറക്റ്റ് ഈ മെറ്റീരിയലിൻ്റെ സെയിലിങ് മാത്രം ഉള്ളതാണെങ്കിൽ നമുക്ക് റേറ്റ് പറയാം. എന്ത് ചെയ്യുക, ഒരേ ബിസിനസ്സാണെങ്കിൽ. ഇത് ഞാൻ ചില ആളുകൾ, സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ഞാൻ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ട്. ഓൾക്ക് വേറെ റേറ്റാണ്. ഹോൾസെയിലായിട്ട് 10 പീസ് കൊടുക്കണവർക്ക് വേറെ റേറ്റാണ്. പിന്നെ 100 50 എടുക്കണവർക്ക് വേറെ റേറ്റാണ്. പിന്നെ റീറ്റെയിലായിട്ട് കൊടുക്കേണ്ട വേറെ റേറ്റാണ്. പിന്നെ ഇത് മെറ്റീരിയൽ അടിച്ചു കൊടുക്കുമ്പോൾ വേറെ റേറ്റാണ്. അപ്പോൾ അടിച്ചു കൊടുക്കുന്ന ആളുകളോടൊക്കെ ഈ റേറ്റും കാര്യങ്ങളും വാങ്ങുമ്പോൾ നമ്മളതിൽ സാധാ ഹോൾസെയിൽ റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇത്ര റേറ്റിന് കിട്ടുന്ന സാധനം അല്ലെങ്കിൽ ഇത്ര റേറ്റിനാണ് കൊടുക്കണമെന്ന് പറയാനുണ്ടാവും. പിന്നെ ഇനി അത് നമ്മളടുത്ത് ആ റേറ്റിന് വാങ്ങിയിട്ട് വേറെ റീസെല്ലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിർത്താൻ പോരെ, അത് ഇത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്യാത്ത. അപ്പോൾ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ 92 078 15 205 ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞുതരും. എല്ലാം വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കുക. ഹോൾസെയിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. അത് നിങ്ങൾ അജ്രക്ക് മാത്രമായിട്ട് എടുക്കണമെന്നില്ല. ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കോട്ടൻ്റെ മെറ്റീരിയൽസ്, ആൽഫൈന്, അജ്രക്ക്, ഈ 3 പീസുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 3 പീസും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 പീസ് എടുക്കുക. അതല്ലെങ്കിൽ നെക്ക് എംബ്രോയ്ഡറിൻ്റെ മോഡൽ കഴിഞ്ഞാൽ അതിനി ആരും ചോദിക്കണ്ട. അത് വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അത്രയും ഡിമാൻഡിലാണ് അത് പോയി കഴിഞ്ഞത്. നമുക്കതിൽ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്.
പിന്നെ അതുപോലെ ഇങ്ങനെയുള്ളത് പോസ്റ്റ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ചെമ്മാട്ടേക്ക് ഡയറക്റ്റായിട്ട് വരുന്നവരുണ്ട്, അവർക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ഫാമിലീൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ പേരും ഇപ്പോൾ മെസ്സേജ് അയക്കാറുള്ളത് ഷോപ്പ് ഇടേണ്ടതാണോ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണോ നല്ലത്. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ് നല്ലതെന്ന് പറയും. കാരണം അപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഞാൻ കൂടുതൽ ടൈമിലും ഫ്രീ ആവും രാത്രി 10 മണീൻ്റെ ശേഷമാണ്. അപ്പോൾ ആ 10 മണി 11 മണീൻ്റെ ഇടയിലാണ് എനിക്ക് എൻ്റെ കൂടുതൽ കാര്യങ്ങളും. കാരണം ഓരോരുത്തർ സെലക്ട് ചെയ്ത് വിട്ടരലും അത് ഇതൊക്കെ. അപ്പോൾ ഒരു ഷോപ്പിലാണ്, അപ്പോൾ എനിക്ക് രാത്രി 11 മണീൻ്റെ സമയത്ത് അത് തുറന്ന് വെച്ചിട്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാനത് തുറക്കുമ്പോൾ മറ്റുള്ള കടക്കാർ പ്രശ്നം വെക്കൂലേ. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ പല റേറ്റിനാണ് കൊടുക്കേണ്ടത്. ഹോൾസെയിൽ വേറെ, റീറ്റെയിൽ വേറെ, റീസെയിൽ വേറെ, പിന്നെയും ഷോപ്പിലേക്കുള്ളത് വേറെ. അപ്പോൾ എനിക്ക് മറ്റുള്ള കടക്കാർ കൊടുക്കുന്ന വിലയിനേക്കാളും കുറച്ചിട്ടും കൊടുക്കാൻ പറ്റില്ല, കൂടുതലായിട്ടും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആദ്യം ഒന്ന് വീട്ടിൽ കുറച്ചെങ്കിലും ചെയ്ത് നോക്കാതെ നിങ്ങൾ ഓടിപ്പാഞ്ഞ് ഒന്നും അറിയാത്തവർ പെട്ടെന്നാണ് കടയിട്ടാതെ നഷ്ടത്തിലാവും, പെട്ടെന്ന് നിങ്ങളത് പൂട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 4-5 മാസമെങ്കിലും മിനിമം വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ട് കസ്റ്റമറും അപ്പോൾ കുറച്ച് പൈസ എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ തുടങ്ങണേനേക്കാളും നല്ലത്. അപ്പോൾ കുറച്ച് ദിവസം ഒരു 4-5 പ്രാവശ്യം തുണിയൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഈ ഒരു ബിസിനസ്സിൻ്റെ സംഭവങ്ങൾ ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾ പലരും മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങളെ ഐഡിയയാണ് ഞങ്ങൾ നോക്കിയത്, നിങ്ങൾ ഓരോന്ന് പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ്, എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ പോലെ എൻ്റെ അതേ സ്വഭാവം ആവില്ല ചിലപ്പോൾ നിങ്ങളെ നാട്ടിലേക്ക്, അതേ ഫാഷൻ ആവില്ല, അതേ പൈസൻ്റെ സമയമാവില്ല. എന്താണെന്ന് വെച്ചാൽ ചില നാട്ടും പുറങ്ങളുണ്ടാവും, ചിലത് ടൗൺ ഏരിയ ഉണ്ടാവും, ചിലത് രണ്ടിൻ്റെ നടുവ് കിടക്കുന്ന ഏരിയ ഉണ്ടാവും. അപ്പോൾ 3 സ്ഥലത്ത് 3 രീതിയിലുള്ള കസ്റ്റമേഴ്സ്, 3 സ്വഭാവമുള്ള ആൾക്കാർ, 3 ഭാഷകളുള്ള ആളുകൾ, എല്ലാത്തിനും വ്യത്യാസമുള്ള ആളുകളാവും. നമ്മളെ കയ്യിൽ വിരൽ 5 മോഡലിലാണ്. ഒരു ഉമ്മാൻ്റെക്ക് 3 മക്കളുടെ 3-നും 3 സ്വഭാവമാവും. അപ്പോൾ പിന്നെ പല നാട്ടിലുള്ള ആളുകളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊരു 10 എണ്ണം എടുത്തിട്ട് അത് സെയിലാവുമ്പോൾ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് അജ്രക്കാണ്. പക്ഷേ വിളിക്കണ കുറേ ആൾക്കാർ കോട്ടനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അവർ പറയാറുള്ളത് ഇവിടെ അജ്രക്ക് പോകണില്ല, ചിലർക്ക് അജ്രക്ക് നാളെ ഒരാൾ പറഞ്ഞ അജ്രക്ക് അലർജി ഉണ്ട്, അജ്രക്ക് ഈ ചൂടുള്ള സമയത്ത് ഭയങ്കര ചൊറിച്ചിലും ബുദ്ധിമുട്ടുമാണെന്ന്. പക്ഷെ കൂടുതൽ പേരും അജ്രക്ക് വേണം, അജ്രക്കാണ് ഭംഗി, നല്ല ക്ലോത്താണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞങ്ങളെ നാട്ടിൽ ഞാൻ എപ്പോൾ അജ്രക്ക് കൊടുത്താലും ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അത് ഫില്ല് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ആര് ചോദിച്ചിട്ട് കാര്യമില്ല, അത് ഒറ്റ പീസ് ഇവിടെ ബാക്കിയില്ല. അപ്പോൾ അതാണ് ഇത്. പക്ഷേ കോട്ടണിൽ ഇനിയും ബാക്കിയുണ്ട്. കാരണം കോട്ടൺ നമ്മളെ നാട്ടിലാർക്കും വേണ്ട. അപ്പോൾ ഈ ഓൺലൈനിൽ വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കോട്ടൺ വേണ്ടവരോട് ഞാൻ അജ്രക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ എടുക്കേണ്ട അജ്രക്കാന്ന് കണ്ടിട്ട് നിങ്ങൾ അജ്രക്ക് എടുത്തിട്ട് പോയാൽ കോട്ടൺ വേണ്ട ആൾക്കാർ അജ്രക്ക് എടുക്കൂല, ആ 10 അവിടെ എടുക്കും. ഇനി അജ്രക്ക് വേണ്ടവരുടെ അടുത്തേക്ക് ഞാൻ കോട്ടനാന്ന് പറഞ്ഞിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് കോട്ടൺ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളെ നാട്ടിലുള്ള ടേസ്റ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് വീട്ടിൽ വെച്ചെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏതിനാണ് കൂടുതൽ താല്പര്യം എന്നറിയാം. ഇനി ഞാനിവിടെ കൂടുതലും എനിക്ക് നെക്ക് ഡിസൈൻ വെച്ചിട്ടുള്ള മോഡലാണ് എനിക്ക് പോകാറുള്ളത്, അതുപോലെ കഫ്താൻ. പക്ഷേ നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ ഇത് രണ്ടും പോവില്ല. ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടുക്കി എറണാകുളത്തിൻ്റെ ഒരു ബോർഡർ ടൈപ്പ്, അങ്ങനെ കൊല്ലം അങ്ങനെയൊക്കെയുള്ള ടൈപ്പുകളുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പോവുക പൈപ്പിങ് വെച്ചിട്ടുള്ളതാണ്. നെക്ക് ഡിസൈൻ വെക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തുന്നി പറയുന്നത് അത് എന്തൊക്കെ വൃത്തിയുടെ അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നുണ്ട്. കുറച്ച് പൈപ്പിങ്ങിൻ്റെ ഇതാവുമ്പോൾ അവർക്ക് കല്ലിലൊക്കെ വെച്ചിട്ട് അടിച്ച് പരത്തി തിരുമ്പോൾ ചിലർക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് അലക്കിന്ന് തിരുമ്പിയെന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ എന്താവണം, കല്ലിൽ വെച്ചിട്ട് 4-5 അടി അടിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അടിച്ച് തിരുമ്പാൻ നല്ലത് അതാണെന്നാണ് പറയേണ്ടായിത്താത്ത. അപ്പോൾ ആ ഒരു മോഡലുള്ളവർക്ക് നമ്മൾ ഈ മോഡൽ അയച്ചു കൊടുത്തൊരു കാര്യമില്ല. അപ്പം നിങ്ങളെ അതുപോലെ ആലപ്പുഴ, പിന്നെ കോട്ടയം, അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പ്ലീറ്റഡ് നൈറ്റിക്കാണ് ഏറ്റവും ട്രെൻഡിങ്. അവിടെ നമ്മൾ ചുരിദാർ കട്ടോ മറ്റേതോ മറിച്ചോ ഒന്നും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുപോലെ നിങ്ങളെ നാടിൻ്റെ ആവശ്യം എന്താണ്, നിങ്ങളെ നാട്ടുകാരുടെ ആവശ്യം എന്താണ്, നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് എന്തോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ അനുഭവം കേട്ടിട്ട് നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞതെന്ന് മാത്രം, ബാക്കിയൊക്കെ നിങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സന്തോഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ലതായാലും ചീത്തയായാലും തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അതൊന്ന് വേഗം ചെയ്തിടുക.
ഈ പറഞ്ഞ പോലെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ളൊരു ആഗ്രഹം ഉള്ളിൽ അങ്ങനെ കിടന്ന ആ ഒരു യൂട്യൂബിൻ്റെ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും കൂടി നമ്മൾ ഷോക്കേസിലേക്ക് ഇങ്ങനെ വെക്കാനൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തീർക്കണം. ഇനിയുള്ള എന്താ പറയുക ടാർഗറ്റ് അതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വൃദ്ധസദനത്തിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് പേയ്മെൻറ്റൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പെട്ടെന്ന് അറിയിക്കുക. വേണ്ടവർ വേഗം മെസ്സേജ്